ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലർ ആൻഡ് വെൽനസ് കോച്ച് അനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാലാഴി മദനകഥയുടെ സയന്റിഫിക് ആൻഡ് സൈക്കോളജിക്കൽ വ്യൂവിനെ പറ്റിയാണ്. പാലാഴി മദനകഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ദുർവാസാവ് മഹർഷിയുടെ ശാപം നിമിത്തം ദേവന്മാർ ജലനരകൾ ബാധിച്ച് വ്യാധിയും മരണവും കൂടി വന്നപ്പോൾ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അസുരന്മാരോട് സന്ധി ചെയ്ത് രണ്ടു കൂട്ടരും കൂടി പാലാഴി കടന്ന് അമൃതെടുക്കാൻ വേണ്ടി പുറപ്പെട്ട കഥ. മന്ദരത്തെ കട പോലും വാസുകിയെ കയറുമാക്കി ദേവന്മാരും അസുരന്മാരും കൂടി അമൃതം കിട്ടാൻ വേണ്ടി പാലാഴി കടയുകയും അമൃതമദനത്തിനിടയിൽ ലഭിച്ച എല്ലാ നല്ല വസ്തുക്കളും ദേവന്മാർ കൈക്കലാക്കുകയും ചെയ്തു. ഇതിനിടയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പൂർണ്ണമായി അവതരിച്ച് മന്ദരത്തെ താങ്ങി നിർത്തുകയും അമൃതത്തിനു മുമ്പ് എന്ന ഹാലാഹലം എന്ന കൊടിയ കാളകൂട വിഷം ഭഗവാൻ ശിവൻ പാനം ചെയ്ത് ദേവന്മാരെയും അസുരന്മാരെയും മാത്രമല്ല ഈ ജഗത്രയത്തെ മുഴുവൻ ഭഗവാൻ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് ഈ കഥയുടെ ശാസ്ത്രീയവും മനഃശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങളെ പറ്റി നോക്കിയാലോ. ദേവന്മാർ എന്ന വാക്ക് സംസ്കൃതത്തിലെ ദിവധാതുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ദിവധാതുവിന് പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം എന്നൊക്കെയാണ് അർത്ഥം. സമൂഹത്തിലെ പല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുകയും അവയെല്ലാം തച്ചുവാർത്ത് പുതിയൊരു യുഗപ്പിറവിക്ക് കാരണമായ ഈ നവോത്ഥാന നായകന്മാരെ വെളിച്ചം വീശുന്നവർ എന്ന് നമ്മൾ പറയുന്നത്. അസുരന്മാർ എന്ന വാക്കിന്റെ അർത്ഥം അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമതെ സ അസുരാഹ എന്നാണ്. അതായത് പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും രമിക്കുകയും മനോബുദ്ധി അഹങ്കാരങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ അസുരന്മാർ എന്ന് പറയുന്നത്. പഴമക്കാര് പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായാല് അസുരവിത്തുകൾ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ ഈ രണ്ടു കൂട്ടരും കൂടിയാണ് പാലാഴി മദനം നടത്താൻ പോകുന്നത്. അതായത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും കൂടിയാണ് വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ജയിക്കുന്നവൻ ആരോ അവർക്ക് കപ്പ് കിട്ടും, അവൻ ജേതാവും. ഈ പാലാഴി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അനന്ത സാധ്യതകളെയാണ്. കടവലായ മന്ദരപർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലും, കയറായ വാസുകി നാഗം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ സൂക്ഷ്മചക്രമായ മൂലാധാരത്തിൽ സർക്കിൾ ആകൃതിയിൽ 3 ചുറ്റായി കിടക്കുന്ന കുണ്ടലിനി ശക്തിയുമാണ്. മാത്രമല്ല നാഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉപപ്രാണം കൂടിയാണ്. ശരിക്ക് പറഞ്ഞാൽ നട്ടെല്ല് നിവർത്തി ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനത്തിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ അകക്കണ്ണിൽ നമ്മുടെ സദ്ഗുണങ്ങളും ദുർഗുണങ്ങളും അഹങ്കാരവും അഹംബോധവും എല്ലാം കൂടി പിടിവലി നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പിടിവലിക്കിടയിൽ താണുപോകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുന്ന കൂർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ഉപപ്രവണനാണ്. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ കൽപ്പതരവും ഉച്ചയും വിശ്വസവും എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഉദരശക്തിയും എല്ലാം നേടിത്തരുന്ന ഉപബോധ മനസ്സിന്റെ ശക്തിയുമാണ്. വിഷം എന്നത് നമ്മെ നമ്മുടെ കംഫർട്ട് സോണിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ എല്ലാം തന്നെ അലസതയാണ്. ഈ അലസത അല്ലെങ്കിൽ ഈ വിഷത്തെ പാനം ചെയ്തത് ശിവനാണ് അല്ലെ? ശിവൻ എന്ന വാക്കിന്റെ അർത്ഥം മംഗളം പ്രദാനം ചെയ്യുന്നവനാണ് എന്നാണ്. ഈ അലസത മാറണമെങ്കിൽ നമ്മുടെ പഞ്ചപ്രാണനിലെ മുഖ്യപ്രാണനായ നമശിവായയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമശിവായ എന്ന ഉപപ്രാണൻ നമ്മിൽ എത്രത്തോളം ഊർജ്ജസ്വലമാകുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും കർമ്മ മേഖലയിലും നമുക്ക് ഒരുപാട് വിജയം പുരോഗതി കൊണ്ടുവരാനും സഹായിക്കുന്നു. ഇനി അമൃതം എന്ന് പറയുന്നത് മൃതമില്ലാത്ത അവസ്ഥ, മരണമില്ലാത്ത അവസ്ഥയാണ്. മരണത്തെ ജയിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മെ പറ്റിയുള്ള ശരിക്കുള്ള തിരിച്ചറിവ് ഉണ്ടാകുക എന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ അംശം തന്നെയാണ് ഈ സ്ഥൂല ശരീരമായി നമ്മിലുള്ളിലെന്ന ഒരു തിരിച്ചറിവ്. കളക്റ്റീവ് കോൺഷ്യസ് ആയ ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മാംശമായ സബ് കോൺഷ്യസ് ആണ് ചരവും അചരവുമായ എല്ലാ വസ്തുക്കളിലും സ്ഥിതി ചെയ്യുന്നത് എന്ന അവബോധമാണ് അമൃതം അഥവാ മരണമില്ലാത്ത അവസ്ഥ. അപ്പോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, നിർത്തുന്നു. എല്ലാവർക്കും എന്റെ വിശ്വാശംസകൾ. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.